ഹായ് ഓൾ, വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിലെ ട്രിപ്പിൾ തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ എന്ന സബ്ജക്റ്റിൻ്റെ PCEET 303 എന്ന സബ്ജക്റ്റ് കോഡുള്ള DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂൾ, അതായത് DC ജനറേറ്ററിൻ്റെ മൊഡ്യൂളിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്ററായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം, എത്ര മാർക്കിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചോദിക്കാം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ, ഒരു പ്രോബ്ലം നോക്കൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DC ജനറേറ്ററിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഷണ്ട് ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ഷണ്ട് ജനറേറ്ററായിട്ട് പ്രത്യേകിച്ച് ചിലപ്പോൾ DC ജനറേറ്റർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് ഷണ്ട് ജനറേറ്റർ. അത് ഷണ്ടാണോ സീരീസ് ആണോ കോമ്പൗണ്ട് ആണോ എന്ന് ഡൗട്ടായി എന്ന് ആരും പറയേണ്ട. അൺലെസ് സ്റ്റേറ്റഡ്, അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ടേക്ക് ഇറ്റ് ആസ് എ DC ജനറേറ്റർ. അതിനെന്തായിട്ട് മനസ്സിലാക്കുക? DC ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ടേക്ക് ഇറ്റ് ആസ് എ DC ഷണ്ട് ജനറേറ്റർ. നോക്കാം. ഷണ്ട് ഒന്നാമത്തെ പ്രോബ്ലം. സാധാരണ നമ്മൾ എങ്ങനെയാ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുക? അതേ മെത്തേഡിൽ തന്നെ ഇവിടെ അപ്രോച്ച് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം വായിച്ചു നോക്കുക, പിന്നെയോ ഗിവൺ ഡാറ്റാസ് എഴുതുക, അതിനുശേഷമോ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഇക്വേഷൻ എഴുതുക, എന്നിട്ടോ ആ ഇക്വേഷനിൽ ഓരോ പാരാമീറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചില പാരാമീറ്റർ കിട്ടുന്നില്ലെങ്കിലോ അത് സൈഡിൽ കണ്ടുപിടിക്കുക വേറെ ഏതെങ്കിലും മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ ആൻസറിലേക്ക് എത്തുക. ഇതാണ് അപ്രോച്ചായിട്ടുള്ള, ഇതാണ് ശരിക്കും അപ്രോച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഫൈനൽ ആൻസർ തെറ്റിയാൽ പോലും ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റെപ്പുകൾക്ക് അപ്പം മാർക്ക് കിട്ടും. അവിടെ വെറുതെ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. സ്റ്റെപ്പിന് മാർക്കുണ്ടെന്ന് എല്ലാവരും പറയുമ്പോൾ കൃത്യമായിട്ട് ആദ്യം ഗിവൺ ഡാറ്റാസ് എഴുതുക, ഇക്വേഷൻസ് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് എഴുതാം, അതിലുള്ള പാരാമീറ്ററുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വയ്ക്കുക. ആ പാരാമീറ്ററിൽ ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അത് വേറെ മെത്തേഡിലൂടെ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരു ഫൈനൽ ആൻസറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇക്വേഷൻ ശരിയാണെങ്കിൽ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും പാരാമീറ്ററിൻ്റെ വാല്യൂ ശരിയാണെങ്കിൽ അതിനൊക്കെ മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. എ ഷണ്ട് ജനറേറ്റർ ഡെലിവേഴ്സ് 450 ആംപിയർ at 230 volt. ഷണ്ട് ജനറേറ്റർ ഡെലിവേഴ്സ് 450 ആംപിയർ at 230 volt. And the resistance of shunt field and armature are 50 ohm and 0.03 ohm respectively. Calculate the generated EMF. ഷണ്ട് ജനറേറ്റർ ഡെലിവർ ചെയ്യുന്ന കറണ്ട്, ഡെലിവർ ചെയ്യാൻ ലോഡ് കറണ്ട് ആണ്. അത് ഡെലിവർ ചെയ്യുന്ന കറണ്ട്, ഷണ്ട് ജനറേറ്റർ ഡെലിവർ ചെയ്യുന്ന കറണ്ട് 450 amps. അപ്പോൾ IL is equal to 450 amps. And resistance of shunt field and armature are 50 ohm and 0.03 ohm respectively. Calculate the generated EMF. ഇവിടെ എല്ലാ ആൻസറും ചെയ്തിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഗിവൺ ഡാറ്റാസ്. ഇതേ ആൻസർ തന്നെയാണ് കേട്ടോ അപ്പുറത്ത് എഴുതിയിട്ടേക്കണത്. ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാ? എപ്പോഴും നമ്മൾ ആദ്യം തന്നെ ഒരു ഷണ്ട് ജനറേറ്റർ വരയ്ക്കണം. അപ്പോൾ ആദ്യം ആർമേച്ചർ വരച്ചു, ദെൻ ഈ കുണുക്ക് അതായത് ബ്രഷ് വരച്ചു, എന്നിട്ട് ആർമേച്ചറിനെ ക്രോസ് ആയിട്ട് എന്ത് കണക്ട് ചെയ്തു? ലോഡ് കണക്ട് ചെയ്തു. ഓക്കെ, ഈ ലോഡ് കണക്ട് ചെയ്തതിന് ശേഷം ഷണ്ട് ഫീൽഡ് കണക്ട് ചെയ്തു പാരലായിട്ട്. ഷണ്ട് ഫീൽഡ് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി എന്തൊക്കെയാ? ഷണ്ട് ജനറേറ്റർ ഡെലിവേഴ്സ് 450 amps. ഇത് ഡെലിവേഴ്സിന് കൊടുക്കുന്ന കറണ്ട്, ലോഡ് കറണ്ട് IL is equal to 450 amps. ഷണ്ട് ഫീൽഡ് ആൻഡ് ആർമേച്ചർ, റെസിസ്റ്റൻസ് ഓഫ് ഷണ്ട് ഫീൽഡ് ആർ ആർമേച്ചർ ആർ 50 ohm and 0.03 ohm റെസ്പെക്റ്റീവ്ലി വെച്ചാൽ ഓർഡർ അനുസരിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്ന ഷണ്ട് ഫീൽഡാ. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് ആണ് എത്രയാവും? 50 ohm. ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് എത്രയാ? 0.03 ohm. ആർമേച്ചർ റെസിസ്റ്റൻസ് 0.03 ohm. കാൽക്കുലേറ്റ് ദ ജനറേറ്റഡ് EMF. അപ്പോൾ ജനറേറ്റഡ് EMF, അപ്പോൾ ഞാൻ ഗിവൺ ഡാറ്റാസ് ഫിഗറിൽ തന്നെ എഴുതി. IL is equal to 450 amps, RSH is equal to 50 ohm, RA is equal to 0.03 ohm. ഇനി വേണമെങ്കിൽ വീണ്ടും ഗിവൺ ഡാറ്റാസ് എഴുതേണ്ട കാര്യമില്ല. ഇനി EG എഴുതി. എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ജനറേറ്റഡ് EMF. EG is equal to, ഇവിടെ 5/60 into P/A എഴുതിയിട്ട് കാര്യമില്ല. കാരണം N അറിയില്ല, P അറിയില്ല, A അറിയില്ല. പക്ഷെ ഇവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ഷണ്ട് ജനറേറ്ററിൽ EGയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് ചെയ്യാം. ഈ സർക്യൂട്ട് ഇവിടെ ട്രേസ് ചെയ്യാം, അതായത് ഇവിടെ ട്രേസ് ചെയ്യാം. അപ്പോൾ ഈ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V എന്ന നൊട്ടേഷൻ കൊടുക്കുക നമ്മൾ. വോൾട്ടേജ് അക്രോസ് ദ ലോഡ് V. EG is equal to, ഈ ഭാഗമാണ് ട്രേസ് ചെയ്യേണ്ടത്. EG is equal to V പ്ലസ്, പിന്നെയോ ഇവിടെ ഏതൊക്കെ വോൾട്ടേജ് ഡ്രോപ്പ് വരും? ആർമേച്ചറിലോട്ട് ഡ്രോപ്പ് വരും, IA RA പ്ലസ് ബ്രഷ് ഡ്രോപ്പ്.
ഞാൻ ചിലപ്പോൾ തിയറി ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ പറയും ബ്രഷ് ഡ്രോപ്പ് നെഗ്ലക്ട് ചെയ്യാം. തന്നിട്ടില്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. തന്നിട്ടുണ്ടെങ്കിലോ ഇവിടെ തന്നിട്ടുണ്ടോ? ബ്രഷ് ഡ്രോപ്പ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. A shunt generator delivers 450 amps at 230 volt. Resistance of shunt and armature are 50 ohm and 0.03 ohm respectively. Calculate the generated EMF. അപ്പോൾ EG is equal to V plus IRA plus brush drop. Brush drop തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോൾട്ടേജ് അക്രോസ് ദ ലോഡ്. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞില്ലേ, ഷണ്ട് ജനറേറ്റർ ഡെലിവേഴ്സ് 450 ആംസ് അറ്റ് 230 വോൾട്ട്. ഈ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, ഗിവൺ ഡാറ്റയിൽ തന്നിട്ടാണ് ഞാൻ എഴുതി. ഗിവൺ ഡാറ്റാസ് നമ്മൾ ഫിഗറിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ കൈകൊണ്ട് എഴുതുന്നതിന് പകരം ഫിഗറിൽ എഴുതി. വി ഇസ് ഈക്വൽ ടു 230 വോൾട്ട്. അപ്പോൾ 230 പ്ലസ് ഐ എ അറിയില്ല, അപ്പോൾ ഐ എ നമ്മൾ സൈഡിൽ കണ്ടുപിടിക്കാം. ഐ എ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കറണ്ടാണ് ഐ എ, ഈ കറണ്ടാണ് ISH. in a shunt generator, IA is equal to IL plus ISH. IA is equal to at this point, ഈ പോയിന്റ് വെച്ചിട്ട് കറണ്ട് സ്പ്ലിറ്റ് ആവുക അല്ലേ? IA is equal to ഒരു കറണ്ട് ഷണ്ടിൽ കൂടെ പോവും, ഒരു കറണ്ട് ലോഡിൽ കൂടെ പോവും. അപ്പോൾ IA is equal to IL plus ISH. നമുക്ക് IA വേണ്ടത്, IA അറിയില്ല. അപ്പോൾ മെയിൻ ഇക്വേഷൻ എഴുതി, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏതാണോ അറിയാത്തത് അത് സൈഡിൽ വേറെ വിധത്തിൽ കണ്ടുപിടിക്കുക, വേറെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ IA is equal to IL plus ISH. IL എത്രയാ തന്നിട്ടുണ്ട്? 450. IL 450 തന്നിട്ടുണ്ട്. പക്ഷെ ISH കണ്ടുപിടിക്കണം. ISH അറിയില്ല. ISH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, തിയറി ടോപ്പിക്സ് പഠിച്ചപ്പോൾ. ISH is equal to V by RSH. ISH is equal to ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടെ വരിക. കാരണം വോൾട്ടേജ് ഫീൽഡും ലോഡും പാരലലാ. പാരലല് വോൾട്ടേജ് സെയിം ആ. അപ്പൊ ഇവിടെയുള്ള അതേ വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും വരിക. അപ്പൊ ISH is equal to V by RSH. ISH is equal to V by RSH. എത്രയാണ് V എന്ന് പറയുന്നത്? 230 ഡിവൈഡഡ് ബൈ RSH. എത്ര? RSH 50 ഓം. 230 by 50. 230 by 50 is equal to 4.6 amps. Is equal to 4.6 amps. അപ്പോൾ ISH is equal to 4.6 amps. അപ്പോൾ ISH കിട്ടിക്കഴിഞ്ഞാൽ IA കിട്ടില്ലേ? IA is equal to IL plus ISH. അതിൽ എത്രയാ? 450 പ്ലസ് ISH എത്രയാ? 4.6. 450 പ്ലസ് 4.6 എത്രയാ? 454.6. 454.6. Then substitute ചെയ്താൽ മതി. 230 പ്ലസ് IA into RA. 454.6 into what is the value of RA? 0.03. ഓക്കെ, ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിൽ കൂടെ ആഡ് ചെയ്യുക. ദ ഫൈനൽ ആൻസർ ഈസ് 243.6 വോൾട്ട്. 243.6 വോൾട്ട്. അപ്പോൾ സംഭവം കഴിഞ്ഞു. അപ്പോൾ EG കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 5Z1/60 × P/A ഇവിടെ അപ്ലിക്കബിൾ അല്ല. EG കണ്ടുപിടിക്കണമെങ്കിൽ V പ്ലസ് IAR ഇങ്ങനെ ട്രേസ് ചെയ്യുക. V പ്ലസ് IARA പ്ലസ് ബ്രഷ് ഡ്രോപ്പ്. ബ്രഷ് ഡ്രോപ്പ് തന്നിട്ടില്ല, അതുകൊണ്ട് നെഗ്ലക്ട് ചെയ്തു. V അറിയാം നമുക്ക്, IA അറിയില്ല. IA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ IA is equal to IL plus ISH. IL തന്നിട്ടുണ്ട്, ISH തന്നിട്ടില്ല. അപ്പോൾ ISHന്റെ ഇക്വേഷൻ എഴുതി. എന്താ ISHന്റെ ഇക്വേഷൻ? ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ISH is equal to V by RSH. അപ്പോൾ നമുക്ക് 4.6 കിട്ടി. then IA is equal to IL plus ISH. 450 plus 4.6 454.6. then അത് മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V plus IA into RA. 454.6 into 0.03. The final answer is 243.6 volt. Okay. അടുത്തത് ഷോർട്ട് ഷണ്ട് ജനറേറ്ററും ലോങ് ഷണ്ട് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം. കോമ്പൗണ്ട്, അപ്പോൾ ഷണ്ട് ജനറേറ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം. ഇനി കോമ്പൗണ്ട് ജനറേറ്ററുകളായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ലോങ് ഷണ്ട് കോമ്പൗണ്ടായിട്ട് ബന്ധപ്പെട്ട് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം. ഓക്കെ. A compound generator is to supply a load of 250 lamps. Each rated at 100 watt 250 volt. Each rated at 100 watt 250 volt. Armature, series and shunt field windings have resistances of 0.0. അപ്പോൾ ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ്, സീരീസ് ഫീൽഡിന്റെ റെസിസ്റ്റൻസ്, ഷണ്ട് ഫീൽഡിന്റെ റെസിസ്റ്റൻസ് 0.06, 0.04 ആൻഡ് 50 ഓം. അത് ഓർഡർ അനുസരിച്ച് ആദ്യം പറയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ്, രണ്ടാമത് പറയുന്നത് സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസ്, മൂന്നാമത് പറയുന്നത് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ്. ടേക്ക് ഡ്രോപ്പ് പെർ ബ്രഷ് ഈസ് 1 വോൾട്ട്. ഇവിടെ ബ്രഷ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യണം, പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ബ്രഷ് ഡ്രോപ്പ് ഈസ് 1 വോൾട്ട്. അപ്പൊ അതില്
എങ്ങനെയൊക്കെ ഏതൊക്കെ കണ്ടീഷനിലാണ് കണ്ടുപിടിക്കണ്ടേ? ഒന്ന് ലോങ് ഷണ്ട് കോമ്പൗണ്ട്, മറ്റൊന്ന് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട്. ഒന്ന് ലോങ് ഷണ്ട് കോമ്പൗണ്ട്, മറ്റൊന്ന് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട്. അപ്പോൾ ആദ്യം ലോങ് ഷണ്ട് കോമ്പൗണ്ട് ആദ്യം ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചു. ഇവിടെ ലോങ് ഷണ്ട് വരയ്ക്കാം. ലോങ് ഷണ്ടിൻ്റെ പ്രോബ്ലം നമുക്കിവിടെ ഒതുക്കാം. ലോങ് ഷണ്ട് ജനറേറ്റർ, ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. എങ്ങനെയാണ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് വരയ്ക്കുക? ലോങ് ഷണ്ട് കോമ്പൗണ്ട് ഫസ്റ്റ് ആർമേച്ചർ വരച്ചു. പിന്നെ ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഫസ്റ്റ് സീരീസ് ഫീൽഡ് വൈൻഡിങ് വരച്ചു. ദെൻ ലോങ് ആയിട്ട് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരച്ചു. ഇതാണ് ലോങ് ഷണ്ട് കോമ്പൗണ്ട്. ഷണ്ടിന് റെസിസ്റ്റൻസ് കൂടുതലും സീരീസിന് റെസിസ്റ്റൻസ് കുറവും. ഇതിന് അക്രോസ് ആയിട്ട് എന്ത് വരച്ചു? ലോഡ് വരച്ചു. ഇതിന് അക്രോസ് ആയിട്ട് ലോഡ്. ഈ ലോഡിന് അക്രോസ് ആയിട്ടുള്ള എന്താ? വോൾട്ടേജ് വി. ഈ ഗിവൺ ഡാറ്റാസ് നമുക്ക് ഫിഗറിൽ തന്നെ എഴുതാം. ഓക്കെ, നോക്കൂ എന്താ ഫിഗറിലെ? കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ടു സപ്ലൈ എ ലോഡ് ഓഫ് 250 lamps ഈച്ച് റേറ്റഡ് അറ്റ് 100 watt 250 volt. അതായത് ലോഡ് കറണ്ട് നേരിട്ട് തന്നിട്ടില്ല. ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ട് എത്രയാ? 250 volt. വോൾട്ട് വി ഈസ് ഈക്വൽ ടു 250. ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആകെ ലോഡ് എന്ന് പറഞ്ഞാൽ ആകെ എത്ര ലാമ്പാ? 250 ലാമ്പ് ഉണ്ട്. ഓരോ ലാമ്പും 100 വാട്ടിൻ്റെ ആണ്. അപ്പോൾ 250 ലാംപ്സ് ഉണ്ട്. 100 വാട്ടിൻ്റെ 250 ലാംപ്സ്. അപ്പോൾ 100 വാട്ടിൻ്റെ 250 ലാംപ്സ് ഉണ്ട്. ഒരു ലാമ്പിൻ്റെ വാട്ട് എത്രയാ? 100 watt 250 ലാംപ്സ്. അതാണ് ലോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആർമേച്ചർ സീരീസ് ആൻഡ് ഷണ്ട് വൈൻഡിങ് ഹാവ് റെസിസ്റ്റൻസസ് ഓഫ്. ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് 0.06. ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് 0.06 ഓം. സീരീസിന്റെ റെസിസ്റ്റൻസ് 0.04 ഓം. ഷണ്ട് ഫീൽഡിന്റെ റെസിസ്റ്റൻസ് 50 ഓം. ഇത്രയേ ഉള്ളൂ. ദെൻ കാൽക്കുലേറ്റ് ദ ജനറേറ്റഡ് EMF. ബ്രഷ് ഡ്രോപ്പ് തന്നിട്ടുണ്ട് 1 volt per brush. 1 volt per brush. ഒരു ബ്രഷിലുള്ള ഡ്രോപ്പ് 1 volt per brush. 1 volt. ആകെ 2 ബ്രഷ് ഉണ്ട്. അപ്പോൾ ബ്രഷ് ഡ്രോപ്പ് 2 വോൾട്ടാ വരിക. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റാസ് എല്ലാം കിട്ടി. ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് 250 വോൾട്ട്. ലോഡ് എന്ന് പറഞ്ഞാൽ 250 ലാംപ്സ് ഈച്ച് ഓഫ് 100 watts. അങ്ങനെയാണെങ്കിൽ ബ്രഷ് ഡ്രോപ്പ് 1 വോൾട്ടാണ്. ഒരു ബ്രഷിന് 1 വോൾട്ട്. ആർമേച്ചറിന്റെ സീരീസിന്റെ ഷണ്ടിന്റെ റെസിസ്റ്റൻസുകൾ. അങ്ങനെയാണെങ്കിൽ ഈ ലോങ് ഷണ്ട് ഇങ്ങനെ ഫിഗർ ഇട്ട ലോങ് ഷണ്ടിന്റെ ഫിഗർ വരയ്ക്കുന്ന വിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ ലോങ് ഷണ്ടിന്റെ EG കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. EG ആണ് ചോദിച്ചേക്കണേ. അപ്പൊ എന്താ പറയുക? ഈ സർക്യൂട്ടിലെ നമ്മൾ ട്രേസ് ചെയ്യുക. EGയുടെ ഇക്വേഷന് V പ്ലസ് പിന്നെ ഏതാ സീരീസിലുള്ള ഡ്രോപ്പ് ISC RSC അല്ലേ? V പ്ലസ് ഇവിടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. അപ്പൊ ISC RSC. ദെൻ ബ്രഷ് ഡ്രോപ്പ് ഉണ്ട്. ബ്രഷ് ഡ്രോപ്പിന് എഴുതിയ BB. ബ്രഷ് ഡ്രോപ്പിന് എഴുതി VB. ബ്രഷ് ഡ്രോപ്പ് VB. ബ്രഷ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ ബ്രഷ്. അതാണ് ബ്രഷ് ഡ്രോപ്പ്. പ്ലസ് സാധാരണ നമ്മൾ ബ്രഷ് ഡ്രോപ്പ് എഴുതാറില്ല. അത് നെഗ്ലിജിബിളി സ്മോൾ എന്നാ പറയാറ്. പക്ഷെ ഇവിടെ ബ്രഷ് ഡ്രോപ്പ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് കൺസിഡർ ചെയ്യണം. പ്ലസ് ആർമേച്ചർ ഡ്രോപ്പ് IAR. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഇതെങ്ങനെ കിട്ടിയെന്ന് ആർക്കും സംശയം വേണ്ട. V പ്ലസ് ഇതിലുള്ള ഡ്രോപ്പ് ISC RSC പ്ലസ് ബ്രഷിലുള്ള ഡ്രോപ്പ് ബ്രഷ് ഡ്രോപ്പ് പ്ലസ് ആർമേച്ചറിലുള്ള ഡ്രോപ്പ് IAR. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അറിയാവുന്നത് V പ്ലസ് V എത്രയാ? V തന്നിട്ടുണ്ട് 250 പ്ലസ്. അപ്പോൾ കറണ്ടുകളൊന്നും തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ISH കണ്ടുപിടിക്കാൻ ഓരോന്ന് പറയുന്നത്. ISH is equal to V by RSH. എത്രയാ V? V എത്രയാ? 250. RSH എത്രയാ? 250. അപ്പൊ എത്ര ആംസാ? 1 ആംസ്. ISH is equal to 1 ആംസ്. ISH is equal to 1 ആംപിയർ. ISH is equal to 250 by 250 is equal to 1 ആംസ്. അപ്പോൾ IA is equal to ISC is equal to ഇവിടെയാണ് IL, ഇതാണ് ISH. അപ്പൊ IL എങ്ങനെ കണ്ടുപിടിക്കാം? IL എന്ന് പറഞ്ഞാൽ ആകെ എത്ര ലാമ്പ് ഉണ്ട്? 250 ലാമ്പ്. ഒരു ലാമ്പ് എത്രയാ? 100 വാട്ട്. അപ്പൊ ടോട്ടൽ വാട്ട് എത്രയാ? ടോട്ടൽ വാട്ട് എന്ന് പറഞ്ഞാൽ 250 × 100 ഡിവൈഡഡ് ബൈ വോൾട്ട്. വോൾട്ട് എത്രയാ? 250. അപ്പൊ ഈ 250 വെട്ടി പോകുമ്പോൾ IL കിട്ടിയ എത്രയാ? 100 ആംസ്. മനസ്സിലായില്ലേ? അതായത് ആകെ പവർ P is equal to V into I. P is equal to V into I. I is equal to power divided by voltage. പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. അപ്പൊ ആകെ എത്ര ലാംപ്സ് ഉണ്ട്? 250 ലാംപ്സ്. ആകെ 250 ലാംപ്സ്. ഒരു ലാംപ്സ് എന്ന് പറഞ്ഞാൽ 100 വാട്ട്. അപ്പൊ ആകെ പവർ 250 × 100. P is equal to V into I. I is equal to power divided by volt. എത്ര വോൾട്ട് ഇന്ത്യ? 250 വോൾട്ട്. അപ്പൊ IL is equal to 250 × 100 ഡിവൈഡഡ് ബൈ 250 is equal to 100 ആംസ്. IL കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ?
IA കണ്ടുപിടിക്കണം. IA തന്നെയാണ് ISC. അപ്പൊ IA is equal to ISC is equal to IL plus ISH. IA is equal to ISC is equal to IL plus ISH. IL എത്രയാ 100 plus ISH എത്രയാ 1. ISH is equal to 250 by 250 by 50 ആണ് കേട്ടോ. 250 by 250 അല്ല, സോറി, ഇവിടെ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ISH is equal to 250 by 50 is equal to 5 amps ആണ്. പറഞ്ഞ മെത്തേഡ് ശരിയാ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ RSHന്റെ വാല്യൂ 250ക്ക് പകരം 50ക്ക് പകരം 250 എന്ന് എഴുതി പോയി. അപ്പോൾ ISH is equal to 250 by 50 is equal to 5 amps. IL is equal to P divided by V. പവർ എത്രയാ? 100 വാട്ടിന്റെ 250 ലാമ്പ് ഡിവൈഡഡ് ബൈ V. അപ്പോൾ IL കിട്ടി. ഇനി I എങ്ങനെ കണ്ടുപിടിക്കുക? I എന്ന് പറഞ്ഞാലും ISC എന്ന് പറഞ്ഞാലും സെയിം ആ. IA is equal to ISC is equal to IL plus ISH. അപ്പോൾ is equal to 100 plus 5 105. അപ്പോൾ എല്ലാ വാല്യൂം കിട്ടിക്കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി V plus ISC into RSC. IA is equal to ISC is equal to 105. അപ്പോൾ 105 ഇൻറ്റു സീരീസിൻ്റെ റെസിസ്റ്റൻസ് എത്രയാ? 0.04 പ്ലസ് VB 1 വോൾട്ട് പെർ ബ്രഷ്. ആകെ എത്ര ബ്രഷ് ഉണ്ട്? 1 2. അപ്പോൾ ബ്രഷ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 2 പ്ലസ് IA എത്രയാ? 105 ഇൻറ്റു RA എത്രയാ? RA 0.06. അപ്പോൾ ഇത് ഇൻറ്റു ഇത് ഇൻറ്റു ഇത്. അപ്പോൾ V പ്ലസ് ISC ഇൻറ്റു RSC പ്ലസ് VB. ഒരു ബ്രഷിലുള്ള ഡ്രോപ്പാണ് 1 വോൾട്ട്. 2 ബ്രഷ് ആകുമ്പോൾ 2 വോൾട്ട് പ്ലസ് IA RA. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഇസ് ആൻസർ? കിട്ടിയിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 262.5 വോൾട്ട്. 262.5 വോൾട്ട്. ഓക്കെ, ഇത് ഏതിൻ്റെയാണ് നമ്മൾ ചെയ്തത്? ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. അടുത്ത് നമുക്ക് ഏതുകൊണ്ട് ചെയ്യണം? ഇതേ ഡാറ്റാസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ. അപ്പോൾ ആദ്യം ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് വരയ്ക്കാം. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് വരച്ചു. എങ്ങനെയാ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട്? ആർമേച്ചർ ഈസ് ഷോർട്ടഡ് വിത്ത് ഷണ്ട്. ആർമേച്ചറും ഷണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? ഷോർട്ട് ചെയ്തു. ദെൻ എന്ത് വരച്ചു? ഇതിന് സീരീസ് ആയിട്ട് ഫീൽഡ് വൈൻഡിങ്, മറ്റേ സീരീസ് ഫീൽഡ് വൈൻഡിങ് വരയ്ക്കാം. ദെൻ ലോഡ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ട് 250 വോൾട്ട്. എല്ലാ ഡാറ്റാസ് എല്ലാം പഴയ പോലെ തന്നെ. വോൾട്ടേജ് അക്രോസ് ദ ലോഡ് 250. സീരീസിന്റെ റെസിസ്റ്റൻസ് 0.04 ഓം. ഇതിന്റെ 50 ഓം. ഇതിന്റെ എത്രയാ പറഞ്ഞത്? 0.06 ഓം ആർമേച്ചർ റെസിസ്റ്റൻസ്. ഇത് RA, ഇത് RSC, ഇത് RSH അല്ലേ? ഇത് RSH is equal to 50, RA is equal to 0.06, RSC is equal to 0.04. ഇങ്ങനെയാണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ആദ്യം ഗിവൺ ഡാറ്റാസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. അപ്പൊ IL എങ്ങനെ പറഞ്ഞാൽ ILന്റെ വാല്യൂ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് വരിക രണ്ടിലും. കാരണം 250 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 250 അല്ലേ? 250 ഇൻറ്റു 100 ഡിവൈഡ്. അപ്പൊ ILന്റെ വാല്യൂ രണ്ടിലും സെയിം. ഇസ് ഈക്വൽ ടു എത്രയാണ് IL കിട്ടിയത്? IL is equal to 100 amps. വീണ്ടും എഴുതേണ്ട കാര്യമില്ല. പക്ഷേ IA ISH കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് വ്യത്യാസമുണ്ട് ഇവിടെ. ഈ കറണ്ടാണ് IA. IA is equal to ISC is equal to IL plus ISH എന്നുള്ള ഇക്വേഷൻ ഇവിടെ ബാധകമല്ല, വ്യത്യാസമുണ്ട്. IA is equal to, ഇവിടെ വെച്ച് കറണ്ട് സ്പ്ലിറ്റ് ആവും. IA is equal to ISH plus ISC. IA is equal to ISH plus ISC or IL. കാരണം ISC or IL, കാരണം ISC is equal to IL ആണ്. ISC is equal to IL. ISC is equal to IL. അപ്പോൾ IA is equal to ISH എങ്ങനെ കണ്ടുപിടിക്കുക? ISH എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഇക്വേഷൻ? V by RSH ആണ്. പക്ഷേ ഇവിടെ വ്യത്യാസം നോക്കൂ, ഈ വോൾട്ടേജ് അല്ല ഇവിടേക്ക് വരും. അപ്പോൾ വ്യത്യാസങ്ങൾ ഇവിടേക്കാണ് പറഞ്ഞത് കേട്ടോ. IL രണ്ട് സ്ഥലത്തും സെയിം ആണ്. IAയുടെ ഇക്വേഷൻസ് രണ്ടിലും വ്യത്യാസമുണ്ട്. ഷോർട്ട് ഷണ്ടില് IA is equal to, ഫിഗർ നോക്കി മനസ്സിലാക്കുക, IA is equal to ISH plus ISC or IL. ഇനി ISH കണ്ടുപിടിക്കാൻ V by RSH അല്ല ഷോർട്ട് ഷണ്ടില്. കാരണം ഈ വോൾട്ടേജ് V അല്ല ഇവിടേക്ക് വരുന്നത്. ഈ വോൾട്ടേജ് പ്ലസ്, അതായത് V പ്ലസ് ISC RSC, V പ്ലസ് ISC RSC ഡിവൈഡഡ് ബൈ RSH. അതായത് ഈ വോൾട്ടേജ് പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദ സീരീസ് ഫീൽഡ്, അതാണ് ഇവിടേക്ക് വരുന്ന വോൾട്ട്. V പ്ലസ്
ISC RSC ഡിവൈഡഡ് ബൈ RSC. V എത്രയാ? 250 പ്ലസ് V പ്ലസ് ISC RSC ഡിവൈഡഡ് ബൈ, അപ്പൊ IA is equal to ISH പ്ലസ് ISC or IL. അപ്പൊ നമ്മൾ IL നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ISH ആണ്. ISH is equal to V പ്ലസ് ISC RSC എന്ന് പറഞ്ഞാൽ ഇവിടെ ISC is equal to ആണ് IL. IL is equal to ISC. ISC or IL ആ. അപ്പൊ ISC is equal to IL is equal to 100. ISC is equal to IL is equal to 100. അപ്പൊ ISC യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 100 ഇൻറ്റു RSC എത്രയാ? RSC 0.04 ഡിവൈഡഡ് ബൈ RSH. RSH എത്രയാ? 50. RSH is equal to 50. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് IL is equal to 100, ISH is equal to 5.08 amps. അപ്പൊ ISHന്റെ വാല്യൂ കിട്ടി, IL കിട്ടി, IL is equal to ISC, IL is equal to ISC, IL കിട്ടി, ISC കിട്ടി, ISH കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EG is equal to എങ്ങനെയാ? ഈ സർക്യൂട്ടിലാണ് നമ്മൾ ട്രേസ് ചെയ്യേണ്ടത്. EG is equal to V പ്ലസ് ഇങ്ങനെ പോവാ, V പ്ലസ് എന്താ പറയുക? എന്താ V പ്ലസ് ISC RSC ബ്രഷ് ഡ്രോപ്പ്, ISC RSC പ്ലസ് പിന്നെ എവിടേക്കാ വന്നേ? ബ്രഷ് ഡ്രോപ്പ് VB പ്ലസ് എന്താ പറയുക? IARA. ആ ഇക്വേഷൻ രണ്ടിലും കോമൺ. അപ്പൊ ചില കാര്യങ്ങൾ രണ്ടിലും കോമൺ, ചില കാര്യങ്ങൾ രണ്ടിലും ഡിഫറെന്റ്. ഇവിടെ ISH is equal to V by RSH, ഇവിടെ ISH is equal to V plus ISC RSC by RSH. ഇവിടെ IA is equal to ISC. ഇത് ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ച് നടക്കില്ല, ഫിഗർ നോക്കി മനസ്സിലാക്കണം. IA is equal to ISC is equal to IL plus ISH ആണ് ലോങ് ഷണ്ടില്. ഇവിടെ അങ്ങനെയല്ല. IA is equal to ISH plus IL or ISC because IL is equal to അനന്ത് ISC. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. V പ്ലസ് ISC RSC പ്ലസ് VB പ്ലസ് IARA. വാട്ട് ഈസ് V? V എത്രയാ? 250 പ്ലസ് ISC RSC. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ISC? 100 ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് RSC? RSC യുടെ വാല്യൂ 0.04 പ്ലസ് VB എത്രയാ? 2 വോൾട്ട്, കാരണം 1 വോൾട്ട് പെർ ബ്രഷ് പ്ലസ് IARA. IA എത്ര എവിടെ കിട്ടിയിരിക്കുന്നത്? IA is equal to, IA കണ്ടുപിടിച്ചില്ല, അപ്പൊ IA കൂടി കണ്ടുപിടിക്കണം. IA is equal to ISH plus ISC. ISH എത്ര കിട്ടിയ? 5.08 പ്ലസ് ISC അല്ലെങ്കിൽ IL എത്ര? 100. അപ്പൊ IA is equal to ISC plus IA is equal to ISC plus ISH. അപ്പോ 100 പ്ലസ് 5.08 105.08 ആണ് എന്ന് പറയുന്നത് IA. അപ്പോ IARA എന്ന് പറയുമ്പോൾ 105 105.08 ഇൻറ്റു RAന്റെ വാല്യൂ എത്രയാ? 0.06. ഓക്കെ, അപ്പൊ EG is equal to V plus ISC into RSC plus VB plus IA into RA. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 262.3 വോൾട്ട്. 262.3 വോൾട്ട്. അപ്പോൾ ലോങ് ഷണ്ടിന്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലം മാത്രമായിട്ട് എക്സാമിന് ചോദിക്കും. ഒന്നുകിൽ ലോങ് ഷണ്ട് മാത്രം അല്ലെങ്കിൽ ഷോർട്ട് ഷണ്ട് മാത്രം. രണ്ടും കൂടി ചോദിക്കുകയാണെങ്കിൽ 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ഉണ്ടാവും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഒരിക്കലും നിങ്ങൾ കറണ്ടിന്റെ ഇക്വേഷൻ ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കരുത്. അതാകെ കൺഫ്യൂഷനൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഫിഗർ വരച്ച് മനസ്സിലാക്കുക. ആ ഫിഗറിൽ നിന്നാണ് നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുള്ളൂ. ഇക്വേഷൻ ആരും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട്, ഷണ്ട് ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട്, കോമ്പൗണ്ടിനെ ലോങ് ഷണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഷണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്